ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ബർജ്മനിലോട്ടാണ്. ബർജ്മനിൽ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഈ ബേക്കറിയിലോട്ടാണ്. ബട്ടർ ആൻഡ് ബ്രെഡ്. ഇവരുടെ പല ബ്രാഞ്ചസ് ഉണ്ട്. ബർജ്മനിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആക്ച്വലി ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനൊരു മെസ്സേജ് വന്നു, ഒരു കൊളാബ് ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ കൂടെ ബേക്കറിയിൽ വന്നിട്ട് അവിടെ വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് റീലുണ്ടാക്കി പോസ്റ്റ് ചെയ്യണം. അതായിരുന്നു അവർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. ഞങ്ങളവിടെ പോയിട്ട് എനിക്ക് വീഡിയോയ്ക്ക് ആവശ്യമുള്ള വീഡിയോസും ഇച്ചിരി ഫോട്ടോസും ഒക്കെ എടുത്തു. ഞാനും കുട്ടികളും ഞങ്ങൾ 3 പേരോടായിരുന്നു പോയത്. ഒരു ടാക്സി പിടിച്ചാണ് പോയത്. ഞങ്ങളവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സാധനം മേടിച്ച് അവിടെ ഇരുന്ന് കഴിച്ചപ്പം എന്നോട് അതിൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് വെച്ചാൽ പ്രൈസ് എല്ലാ സാധനത്തിനും ഏത് ഐറ്റം എടുത്താലും ബിലോ 15 ഉള്ളൂ. അണ്ടർ 15 എല്ലാ സാധനത്തിൻ്റെയും പ്രൈസ്. പിന്നെ കേക്ക്സൊക്കെ ഉള്ളത് ഇച്ചിരി വില കൂടുതലാണ്. 1 kg കേക്ക് അതിനൊക്കെ വില കൂടുതലാണ്. ബാക്കിയെല്ലാം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതവർ ഡെയിലി ഫ്രഷ്ലി ബേക്ക് ചെയ്യുന്ന സംഭവമാണ്. അപ്പം ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിലും ഞാൻ കഴിച്ച സാധനങ്ങളെല്ലാം നല്ലതായിരുന്നു. അതിനുള്ളത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ കഴിച്ചതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പിള്ളേർക്കാണെങ്കിലും അവർക്കും ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടെല്ലാം ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ബർജ്മനിൽ തന്നെ കുറേ നേരം കറങ്ങി. കാരണം സിജോ ഞങ്ങളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിജോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനും വേണ്ടി ഇനിയും കുറച്ച് നേരം അവിടെയൊക്കെ നമ്മൾ ടൈം പാസ് ചെയ്തു. ടൈം പാസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് വിട്ടിട്ട് ഇത് മേടിച്ചു. ഇത് ഞാൻ ആദ്യമേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് റിയയ്ക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മിസ്റ്റർ മാംഗോ എന്ന് പറയുന്ന അവിടെ പോയിട്ട് ഇത് മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നത് കഴിച്ചു. ഇത് പക്ഷേ നമുക്ക് അങ്ങനെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. പുള്ളിയുടെ ഇതൊക്കെ ഇട്ട് ഉള്ളതുപോലെ ഞങ്ങൾ കഴിച്ചു. ഇനി റയാന് വേണ്ടുന്ന സാധനമാണ് ഇത് ചൂറോസ്. അവന് ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം, ഡോണറ്റ്സ്. അപ്പോൾ ഇത് അവരുടെ ആദ്യമായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ് ചൂറോസ്. ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അതിനകത്ത് പിസ്താഷ്യൂ സോസും ചോക്ലേറ്റ് സോസും ഈ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവേർഡ് ഒരു ലിക്വിഡ് പോലുള്ളൊരു സംഭവം രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിസ്താഷ്യൂ ആണ്, റിയയ്ക്ക് ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റാണ്. അപ്പോൾ എല്ലാവരുടെയും ടേസ്റ്റ് ഡിഫർ ചെയ്യും. ഞങ്ങളവിടെ നിന്ന് വെച്ച് 2 ബർഗറൊക്കെ മേടിച്ച് കഴിച്ചപ്പോഴത്തേക്ക് സിജോ വന്നിട്ട് നമ്മളിപ്പോൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലോട്ടാണ്. ഗ്ലോബൽ വില്ലേജിൽ അറിയാമല്ലോ, ഞാൻ പോകുന്നത് ഞങ്ങൾക്ക് അവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പം എൻട്രി ടിക്കറ്റൊക്കെ എടുത്തു. എൻ്റെ ബാഗ് ഉണ്ടായതുകൊണ്ട് അത് ബാഗ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളകത്ത് പോയി. അവിടെ പിള്ളേർക്ക് ഇപ്പോൾ പാസ്പോർട്ട് കിട്ടും. അത് എന്നോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, എന്നോട്ട് കിട്ടുന്നുണ്ടായിരുന്നറിയില്ല. പക്ഷേ ഞാൻ അന്നാണ് കാണുന്നത്. ഞങ്ങളത് മേടിച്ച് എല്ലാ പവീലിയനിലും പോയിട്ട് നമുക്കത് സ്റ്റാമ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് ഫസ്റ്റ് വന്നത്. ആദ്യം മേടിച്ച സാധനമാണ് ഇത്. കരിക്ക് നമ്മൾ കുടിക്കാത്ത സാധനമല്ല, എന്നാലും ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാത്തിനും നല്ല വില കേട്ടോ. 25 മിനിമമാണ് ഞാൻ പറയുന്നത്. അപ്പം അവിടുന്ന് കരിക്ക് പിടിച്ചു. അവർ തന്നെ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് തന്നു. പിന്നെ ഉള്ളിൽ അതും നമ്മൾ കഴിച്ചു. അവിടെ ആക്ച്വലി കഴിച്ച് നടക്കാൻ തന്നെ ഒരു വൈബാണ്. എന്ന് വെച്ചാൽ നല്ല ഡ്രസ്സാണ് കാണാൻ. ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ. ക്ലൈമറ്റ് നല്ല അടിപൊളി ആയതുകൊണ്ട് സൂപ്പറാണ്. പിന്നെ നമ്മൾ മേടിച്ചാണ് ഈ മസിൽസും ഞാൻ നോർമലി ഇവിടെ പോകുമ്പോൾ ഞാനിത് കഴിക്കാറുള്ളതാണ്. എപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പോയാലും ഞാനിത് മേടിച്ച് കഴിക്കാറുള്ളതാണ്. എനിക്കിഷ്ടമാണ് സംഭവം. ഇതിനകത്ത് അവരുടേതായ സോസും എല്ലാം ഇട്ടിട്ട് നമുക്കത് സെർവ് ചെയ്യും. എനിക്കിഷ്ടപ്പെട്ടു. റിയ അത് കഴിച്ചില്ല. റിയയ്ക്ക് അത്ര ഫിഷ് അതിനോട് വലിയ ഇഷ്ടമില്ല. റയാനും കഴിച്ചു, സിജോയും കഴിച്ചു. സിജോ പിന്നെ ഇതിൻ്റെ മേളിൽ പിന്നെയും ഇത് ഓൾറെഡി പുളിയൊക്കെ ഉണ്ട്. സിജോ അതിൻ്റെ മേളിൽ പിന്നെയും ലൈമൊക്കെ സ്ക്വീസ് ചെയ്തിട്ടിട്ട് പിന്നെയാണ് കഴിച്ചത്. അപ്പോൾ അതിന് പിന്നെ ഒരു ഫ്ലേവർ കൂടും.
മാർക്കറ്റിൽ കൂടെ പിന്നെയും നമ്മളിങ്ങനെ നടന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സും, ഇതാണ് ഓക്ടോപ്പസ്. ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ, ഞങ്ങൾ കണ്ടു. എനിക്ക് കഴിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷേ അന്നേരം അത് മേടിക്കാൻ തോന്നിയില്ല. പിന്നെ ഇത് പ്രോൺസിൻ്റെ ഒരു സംഭവമാണ്, അത് ഫ്രൈ ചെയ്ത് കൂട്ട് ചെയ്ത് തന്നേക്കുന്നത്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്ക് അത്ര ഫ്രഷായിട്ട് അത്ര ഹോട്ടായിട്ട് ചൂടില്ലായിരുന്നു, വലിയ ചൂടില്ലായിരുന്നു, അത് അത്ര ഇത് തോന്നിയില്ല. പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ അടുത്തത് വന്നത് ഫിയസ്റ്റ സ്ട്രീറ്റിൽ ഡിപ്പിറ്റ് എന്ന് പറയുന്ന ബർഗേഴ്സിൻ്റെ ഇവിടുന്ന് ഞങ്ങൾ ഒരു ബർഗർ എല്ലായിടത്തുനിന്നും ഒന്നൊന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. ഒരു ട്രഫിൾ ബീഫ് ബർഗർ എന്ന് പറയുന്ന ബർഗറാണ് മേടിച്ചത്. ഇത് ആക്ച്വലി ഇത് ഒരു സോസ് തരും, ഇങ്ങനെ ഒരു 2 ചീസിൻ്റെ ഇതാണ് സംഭവമാണ്. ഇത് 2ലും ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം. ആക്ച്വലി ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല 40 എത്രയോ ദിറംസാണ്, ബട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബർഗർ മേടിച്ചുള്ളൂ, എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ഞങ്ങളത് കഴിച്ചു. കുട്ടികൾക്കും ബർഗർ ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത് കുറച്ച് നടന്നിട്ട് കിട്ടിയതാണ് ഫ്ലാറ്റ് ബർഗർ. ഇവിടുന്ന് നമ്മളൊരു ബർഗർ മേടിച്ചു. അതിൻ്റെ അപ്പുറത്ത് തന്നെ ക്രോഫി എന്ന് പറയുന്നൊരു ഇതുണ്ട്, അവിടെ കൊസമൊക്കെ കിട്ടും. ഇത് പക്ഷേ ഒരു വെറൈറ്റിയാണ്, ഐസ്ക്രീം കൊസമാണ് കിട്ടുന്നത്. അതിനകത്ത് അവർ അവരുടെ പിസ്ത, ചോക്ലേറ്റ്, ആ സോസ് എല്ലാം ഇട്ടിട്ട് കുനാഫയുടെ ആ ഫ്രൈഡ് ഇത് തരത്തില്ല, അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് തരും. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ബർഗർ കേട്ടോ. ഫ്ലാറ്റെന്ന് പേരിന് അവർ ശരിക്കും ഇത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഫ്ലാറ്റായിട്ടുള്ള ബർഗറാണ് തന്നത്. സിജ പറയുകയാണ് ഇതൊന്നും വീഡിയോയിൽ ഇടല്ല കേട്ടോ. നല്ല ഫ്ലാറ്റാണ്, ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതും ഒരു ബീഫ് ട്രഫൽ അങ്ങനെ എന്തോ ഒരു ബർഗറായിരുന്നു, പേര് ഓർമ്മയില്ല. എല്ലാത്തിൻ്റെയും വില ഉണ്ടോ. ഇതാണ് ഐസ്ക്രീമിനെ ഞാൻ പറഞ്ഞ കൊസോ. നോബൽ വില്ലേജിൽ പോവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെയും നടന്ന് വന്നു. ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ കാണുമ്പോൾ റയാൻ നോക്കി നിൽക്കും, മേടിച്ചു കൊടുത്തില്ല, നോക്കി നിന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ വന്നത് പാസ്പോർട്ട് ഉണ്ടല്ലോ കയ്യിൽ, അപ്പം ഇവിടെ എല്ലായിടത്തും പോയി ഇനി സ്റ്റാമ്പ് ചെയ്യണം, അതാണ് മെയിൻ. ഇനി എല്ലായിടത്തും കയറി, സത്യം പറഞ്ഞാൽ ഏതൊക്കെ പവീലിയനിൽ കയറിയെന്ന് പോലും എനിക്കറിയത്തില്ല. സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഒത്തിരി എടുത്ത്, ഇതിപ്പം പല പവീലിയൻസിലാട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടേക്കുവാണ്. 2-3 പവീലിയനിൽ പോയി എടുത്തേക്കുന്ന വീഡിയോ ആണത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇവരുടെ ഡോണർ പോലൊരു സംഭവമുണ്ട്, അത് കഴിക്കണമെന്ന് പറഞ്ഞ് നിന്നേ, പക്ഷേ പറ്റിയില്ല, ലോങ് ക്യൂ ആയിരുന്നു. പിന്നെ തായ്ലൻഡിൽ വന്നിട്ട് ഈ ലേഡിയുടെ എന്നൊരു ബാമൊക്കെ മേടിച്ചു, അത് ഞാൻ വേറെ ഒരു ഷോർട്സിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നത് സ്റ്റേക്സ് ആൻഡ് ഫ്രൈസിൽ വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഫ്രൈസും ഈ സ്റ്റേക്കും എല്ലാം കൂടെ ഒരു ഡിസ്പോസിബിൾ ഒരു ബോക്സിനകത്ത് ഇട്ടിട്ട് നമുക്ക് തരും, ചീസൊക്കെ ഇട്ട്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ ആയിരുന്നു. എനിക്ക് ഓക്കെ ആയിരുന്നു, സുജയ്ക്ക് ഇഷ്ടപ്പെട്ടു, കുട്ടികളും കഴിച്ചു, എനിക്കിത് ഓക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു. അവിടെ പിന്നെ ഈ ഗെയിംസിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു. ആ ഒരു മേടിൽ പോയി നിന്നിട്ട് അത് ഫുൾ 360 ആണ് കറങ്ങുന്നത്. പിള്ളേർക്ക് ഈ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കയറി സ്റ്റാമ്പ് ചെയ്യണം എന്നുള്ള ഭയങ്കര ഇതിൽ എല്ലായിടത്തും അവർക്ക് ഭയങ്കര ഇത്, പോയി സ്റ്റാമ്പ് ചെയ്യണം. താങ്ക്ഫുള്ളി ആ ദിവസം ഞങ്ങൾക്ക് ഈ ഫയർ വർക്ക്സും കാണാൻ പറ്റി, അടിപൊളിയായിരുന്നു കേട്ടോ. ഫയർ വർക്ക്സും കണ്ടു. ഇന്ത്യ പവീലിയൻ്റെ നേരെ മേളിൽ ഫയർ വർക്ക്സ് കാണാൻ പൊളിയല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞ റൈഡ്സിലൊക്കെ കയറാൻ നല്ല പേടിയാണ്. എനിക്കത് കാണുമ്പോൾ തന്നെ താഴെ നിന്നിട്ട് എനിക്ക് ഇതെങ്ങനെ ആളുകൾ ഇതിൽ കയറുന്നു എന്നുള്ള ഒരു തോട്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ഇവിടുത്തെ കറക്കം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു. പിന്നെ ഇവിടെയൊക്കെ പോകുമ്പോൾ വാക്കിംഗ് ഷൂസ് ഇട്ടുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ശരിക്കും കാല് നല്ല പണി തരും നമുക്ക്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടൂഡേഴ്സ്.